ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ അനുകൂലിക്കുകയാണ്. ആഗോള മാന്ദ്യത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തിൻ്റെ ഇടയിലാണ് ആദരണീയനായ ധനകാര്യമന്ത്രി നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ യാതൊരു ലോപവും വരുത്താതെ മാറുന്ന കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ, ശരിയായ ദിശാബോധത്തോടെ മുമ്പോട്ട് പോകാൻ ഈ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ബഡ്ജറ്റ് ഹ്രസ്വ ദീർഘകാല പരിപ്രേക്ഷ്യങ്ങളെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തും ശക്തിയും വോയിസും നൽകാനുള്ള പ്രവർത്തനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. സർ, ഞാൻ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ താല്പര്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടക്കാല ബഡ്ജറ്റിനെയും നമ്മുടെ ഫെഡറൽ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനെയും അവലോകനം ചെയ്തുകൊണ്ടുള്ളൊരു അവലോകനം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. സത്യത്തിൻ്റെ മുഖം എന്തുകൊണ്ടും സ്വർണ്ണത്തിൻ്റെ മൂടി കൊണ്ടടച്ചാലും സത്യം സത്യമായി തന്നെ നിൽക്കും. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ തനത് വരുമാനത്തിൽ കഴിഞ്ഞ കാലയളവിൽ വർധനമുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് എത്ര ആയില്ല എന്ന് പറയുമ്പോഴും അതൊരു യാഥാർത്ഥ്യമായി നിൽക്കും. കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇവിടെ സംസാരിച്ച ആളുകളാരും തന്നെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന്, FRBM ആക്ട് നടപ്പാക്കിയിട്ട് 20 വർഷമായി. ഇതുവരെ അപ്രായോഗികമായി ഒരിക്കൽ പോലും സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രത്തിനോ ഇതുവരെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്രായോഗികമായ ഇതിനകത്ത് മാറ്റം വരുത്തണമെന്നുള്ള എത്രയോ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധികൾ അനാവശ്യമായി അത് നിശ്ചയിക്കുക, അതോടൊപ്പം തന്നെ ധനകാര്യ കമ്മീഷനുകളുടെ ടേംസ് ഓഫ് റെഫറൻസിനകത്ത് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാനുള്ള നടപടികളിലേക്ക് പോവുക എന്നൊക്കെയുള്ള നിലപാടുകളാണ്. സാറേ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നെറ്റ് നികുതിയിലുണ്ടാകുന്ന വർധനമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അത് വീതം വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേന്ദ്രത്തിന് ലഭിക്കുന്ന നെറ്റ് നികുതി 11.9%. ഇവിടെ സംസ്ഥാനങ്ങൾക്കത് 10.4%. ഈ ഒരു ഡിസ്പാരിറ്റി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനിടയിലാണ് GSTയുടെ കോമ്പൻസേഷൻ ഉൾപ്പെടെ നിർത്തലാക്കിയത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുൻകൈയെടുത്ത് GSTയുടെ പുനഃസംഘടന നടത്തിയപ്പോൾ അതിനകത്തുണ്ടായ ഫലം വളരെയേറെ ആശാവഹമായൊരു മാറ്റം അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, സെസ്സും സർചാർജും നടപ്പാക്കിക്കൊണ്ട് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങളുമായിട്ട് വീതം വെക്കേണ്ട സെൻട്രൽ പൂളിൽ നിന്ന് സെസ്സിൻ്റെയും സർചാർജിൻ്റെയും പേരിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കുകയും ചെയ്യുന്ന നിലപാടുകൾ കുറേ കാലമായിട്ട് ആവർത്തിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ബാധ്യതകളിലൊന്ന് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കോർ ഓഫ് കോർ പദ്ധതികളായി അതിനകത്ത് സംസ്ഥാനത്തിൻ്റെ വിഹിതം വല്ലാതെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നിന്ന് നമ്മളെ വല്ലാതെ തന്നെ ഞെരുക്കി നിൽക്കുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ ഇവിടെ ഇരിക്കുമ്പോൾ സംസാരിച്ച പ്രതിപക്ഷത്തിലെ അംഗങ്ങളാരും തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ്. സർ, ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ദേശീയപാതയുടെ കാര്യത്തിൽ, ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ സത്യത്തിൽ ടോൾ പിരിവിലൂടെ ഏതാണ്ട് 71,777 കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുന്നത്. ഇത് സംസ്ഥാനങ്ങളുമായി യാതൊരു വിധത്തിലും പങ്കുവെക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ ചെലവഴിക്കുന്ന പണം ഉപയോഗിച്ചാണ് ദേശീയപാതയുടെ വികസനം നടക്കുന്നത്. നമുക്കറിയാം. ഇതാണ് യഥാർത്ഥത്തിൽ അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പിൻ്റെ നയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമ്മളെ ഒരുമിച്ച് നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്കിതിനകത്ത് സൂചിപ്പിക്കാനുള്ള കാര്യം, നമ്മുടെ ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ കാർഷിക മേഖലയ്ക്ക് വളരെ കാര്യമായ പ്രോത്സാഹനം നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും റബ്ബറുമായി ബന്ധപ്പെട്ട് റബ്ബറിന് 170 രൂപയായിരുന്നു 180 ആക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായതിൽ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇപ്പോഴും എടുക്കുന്ന നിലപാടുകൾ വളരെ ദുഃഖകരമായ നിലപാടാണ്.
സർ, യഥാർത്ഥത്തിൽ റബ്ബറിൻ്റെ പ്രശ്നം കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് ആഗോളതലത്തിൽ തന്നെ ഈ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലെല്ലാം ഈ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിൽക്കുന്ന ആളുകളാണ് റബ്ബർ കൃഷിക്കാർ. എനിക്കതുകൊണ്ട് നിർദ്ദേശം മുമ്പോട്ട് വെക്കാനുള്ളത്, ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും റബ്ബർ കൃഷിക്കാരുടെ ആഗോളതലത്തിലുള്ള ഒരു ഏകോപനത്തിന് വേണ്ടിയുള്ള ഒരു മുൻകൈ എടുക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറാകണം. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിക്കാരുള്ള ഒരു മേഖലയാണ്. ഇതൊരു ദിവസം കൊണ്ടോ ഗവൺമെൻറ്റിനെ കൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങ് മുൻകൈ എടുത്ത് ആഗോളതലത്തിലുള്ള ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കേരളം മുൻകൈ എടുക്കാൻ കഴിയുമെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സർ, രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഒന്ന്, ഈ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഇനിയുള്ളതിൽ കൊടുക്കാനുള്ളത് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ബില്ലുകളെല്ലാം റെഡിയായിട്ടുണ്ട്. എത്രയും വേഗം കൂടംകുളം പവർ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട കോമ്പൻസേഷൻ നൽകാനായിട്ടുള്ള ഒരു നിർദ്ദേശം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വിഷയം, സർ, ഒരു കാര്യം കൂടി, ഈ MLA ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഗൈഡ് ലൈൻസ് മാറ്റം വരുത്താനായിട്ടുള്ളൊരു നിർദ്ദേശം അങ്ങയുടെ ഭാഗത്തു തന്നെ ഉണ്ടായതാണ്. ഒരുപാട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പല പദ്ധതികളും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഗൈഡ് ലൈൻസ് എത്രയും വേഗം പരിഷ്കരിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. സാർ, OMD സാറിൻ്റെ ചരമദിനമാണ് നാളെ. അദ്ദേഹം ഫെബ്രുവരി 13-നാണ് അദ്ദേഹം അന്തരിച്ചത്. എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയിൽ സരയുവിലേക്ക് എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്ന പോലെ, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഈണം ചമയ്ക്കുന്ന ശരവേഗമാണ് ഞാൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തമായ ഈണത്തിലൂടെ, സ്വന്തമായ കാഴ്ചപ്പാടിലൂടെ കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളുടെ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് പരിമിതികൾക്കകത്തും പ്രതിസന്ധികൾക്കിടയിലും നല്ല ധനകാര്യ മാനേജ്മെൻറ്റുമായി മുമ്പോട്ട് പോകുന്ന ബഹുമാന്യനായ ധനകാര്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.